രക്ഷയുടെ പാതയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയെ ഒരുപാട് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് വേഗം എഴുന്നേറ്റ് നിന്നേ. ആഹാ, എല്ലാവർക്കും ഈശോയെ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. സിസ്റ്റർ കുരിശ് വരയ്ക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും സിസ്റ്ററിന് കൂടെ കൂടണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് കുരിശ് വരച്ച് ഈശോയുടെ സംരക്ഷണം ചോദിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ക്ലാസ് സിസ്റ്റർ പറഞ്ഞായിരുന്നു എല്ലാവരും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കുചേരണമെന്ന്. എന്നിട്ട് എല്ലാവരും കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേർന്നോ? ജൊഹാൻകുട്ടൻ പറയുവാണ് കുടുംബ പ്രാർത്ഥനയിലൊക്കെ പങ്കുചേർന്നുവെന്ന്. പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പം അമ്മയ്ക്കും ചാച്ചനും വല്യമ്മച്ചിക്കും വലിയ ചാച്ചനും ഒക്കെ സ്തുതി കൊടുക്കാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് കുഞ്ഞുങ്ങൾ സ്തുതി കൊടുത്തോ? ജൊഹാൻകുട്ടൻ പറഞ്ഞു സ്തുതിയും കൊടുത്തുവെന്ന്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും മിടുക്കരാണ്. സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കുചേർന്നു, പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ സ്തുതി കൊടുത്തു. അപ്പം മിടുക്കരാണല്ലേ കുഞ്ഞുങ്ങളെല്ലാവരും. കുഞ്ഞുങ്ങളെ, ആകാശത്തിൽ ആരൊക്കെ ഉള്ളതെന്ന് കുഞ്ഞുങ്ങൾക്കറിയാമോ? ആകാശത്ത് രാത്രി ആകുമോ നോക്കുമ്പം ആരൊക്കെയാണ് കാണുന്നതെന്ന് നേതുംകുട്ടനൊന്ന് സിസ്റ്ററിന് പറഞ്ഞു തന്നേ. നേതുംകുട്ടൻ പറയുവാണ് രാത്രിയിൽ ആകാശത്ത് നോക്കുമ്പോൾ ചന്ദ്രനും ഉണ്ട്, നക്ഷത്രങ്ങളും ഉണ്ട് എന്ന്. ധാരാളം നക്ഷത്രങ്ങളുണ്ട് ആകാശത്ത്. നക്ഷത്രങ്ങളെ എപ്പോഴും ഇങ്ങനെ കണ്ണു ചിമ്മിക്കൊണ്ടിരിക്കും. സിസ്റ്റർ ഇന്ന് കുഞ്ഞുങ്ങളെ ഒരു സ്റ്റാർ ക്ലാപ്പ് പഠിപ്പിക്കാൻ പോവുകയാണ്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നക്ഷത്രം. അപ്പോൾ സ്റ്റാർ ക്ലാപ്പ് എങ്ങനെയാണ്? നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മുന്ന പോലെയാണ് നമ്മൾ സ്റ്റാർ ക്ലാപ്പ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം നക്ഷത്രം കണ്ണു ചിമ്മുമ്പോഴും ഈശോ എന്ന് പറയണം. ആദ്യം സിസ്റ്റർ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് കുഞ്ഞുങ്ങളെല്ലാവരും അത് കണ്ട് പഠിച്ചിട്ട് സിസ്റ്ററിന് കൂടെ ചെയ്യണം. റെഡിയാണോ? സിസ്റ്റർ സ്റ്റാർ ക്ലാപ്പ് കാണിക്കാൻ പോവുകയാണ്. ഈശോ ഈശോ ഈശോ. പഠിച്ചോ? എന്തെളുപ്പമാണ് സ്റ്റാർ ക്ലാപ്പ് പഠിക്കാൻ. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും ഒരുമിച്ചൊന്ന് സിസ്റ്ററിന് കൂടെ സ്റ്റാർ ക്ലാപ്പ് ചെയ്തേ. ഈശോ ഈശോ ഈശോ. ഇനി നല്ല സന്തോഷത്തോടെ ചിരിച്ച് നമ്മുടെ ഈശോയ്ക്ക് നമുക്കൊരു സ്റ്റാർ ക്ലാപ്പ് കൊടുത്താലോ? ഈശോയ്ക്ക് ഒരുപാട് സന്തോഷമാകും നല്ല ചിരിച്ച് ഈശോയ്ക്ക് സ്റ്റാർ ക്ലാപ്പ് കൊടുക്കുമ്പോൾ. അപ്പം നമുക്ക് ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് ഈശോയ്ക്കൊരു സ്റ്റാർ ക്ലാപ്പ് കൊടുക്കാം അല്ലേ? ഈശോ ഈശോ ഈശോ. ഈശോയ്ക്ക് സന്തോഷമായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ, ഇനി എല്ലാവരും ഇരുന്നേ. നമുക്കിന്ന് ഒരു മനോഹരമായ ഒരു ആക്ഷൻ സോങ് കേൾക്കാം. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തല
ഈശോയുടെ കുഞ്ഞുങ്ങളെ, സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ? ഐൻസ്റ്റീനെ കുട്ടിയൊന്ന് പറഞ്ഞേ, സ്വർഗത്തിൽ ആരൊക്കെയാ ഉള്ളേന്ന്? സ്വർഗത്തിൽ മാലാഖമാരുണ്ട്, വിശുദ്ധരുണ്ട്, ഈശോയുണ്ട്, മാതാവുണ്ട്, യൗസേപിതാവുണ്ട്. സ്വർഗത്തിലപ്പം നല്ല രസമാണ് അല്ലേ? സ്വർഗത്തിൽ ഈശോയുണ്ട്, മാതാവുണ്ട്, മാലാഖമാരുണ്ട്, ഒപ്പം വിശുദ്ധരുമുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശുദ്ധരെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. വിശുദ്ധർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് കുഞ്ഞുങ്ങൾക്കറിയാമോ? ഈശോയോടൊപ്പം സ്വർഗത്തിൽ വസിക്കുന്നവരാണ് വിശുദ്ധർ. ആരാണ് വിശുദ്ധർ? ഈശോയോടൊപ്പം സ്വർഗത്തിൽ വസിക്കുന്നവരാണ് വിശുദ്ധർ. നമ്മളെപ്പോലെ ഈ ഭൂമിയെ ജനിച്ച് ഈ ഭൂമിയെ ജീവിച്ചവരാണ് എല്ലാ വിശുദ്ധരും. ഈ ഭൂമിയിൽ ജീവിച്ചപ്പം അവർ ഈശോയെ ഒരുപാട് സ്നേഹിച്ചു, ധാരാളം പ്രാർത്ഥിച്ചു, ഒരുപാട് നന്മകൾ ചെയ്തു. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞപ്പം അവരൊക്കെ വിശുദ്ധരായി സ്വർഗത്തിലെത്തി, ഈശോയുടെ അടുത്തെത്തി. അപ്പോൾ വിശുദ്ധർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈശോയോടൊപ്പം സ്വർഗത്തിൽ വസിക്കുന്നവരാണ് വിശുദ്ധർ. കുഞ്ഞുങ്ങളെ, ഇന്ന് സിസ്റ്റർ കുറച്ച് വിശുദ്ധരുടെ പേര് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുവാണ്. എല്ലാ കുഞ്ഞുങ്ങളും ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ഈ ചിത്രത്തിൽ കാണുന്ന വിശുദ്ധിയുടെ പേരെന്താണെന്ന് അറിയാമോ? ഇസ്മോള് പറയുവാണ് അത് വിശുദ്ധ അൽഫോൻസാമയാണെന്ന്. ഈ വിശുദ്ധിയുടെ പേരെന്താണ്? വിശുദ്ധ അൽഫോൻസാമ. ഇനി കുഞ്ഞുങ്ങളെ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ഈ ചിത്രത്തിൽ കാണുന്ന വിശുദ്ധന്റെ പേരെന്താണെന്ന് സിസ്റ്റർ പറഞ്ഞു തരാം. ഈ ചിത്രത്തിൽ കാണുന്ന വിശുദ്ധന്റെ പേരാണ് വിശുദ്ധ ചാവറപ്പിതാവ്. ആരാണ്? വിശുദ്ധ ചാവറപ്പിതാവ്. ഇനി കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാം പുഞ്ചിരി തൂകി ഒരമ്മയുടെ ചിത്രം. ഈ അമ്മയുടെ പേരാണ് വിശുദ്ധ എവപ്രാസ്യാമ. എന്താണ് അമ്മയുടെ പേര്? വിശുദ്ധ എവപ്രാസ്യാമ. അപ്പം നമ്മൾ 3 പേരുടെ പേര് പഠിച്ചു. ആരൊക്കെയാണ്? വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ ചാവറപ്പിതാവ്, ഒരാളെയും കൂടെ പഠിച്ചല്ലോ, വിശുദ്ധ എവപ്രാസ്യാമ. ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ വിശുദ്ധരാണ് അല്ലേ? ഇവരെവിടെയാണ് വസിക്കുന്നത്? ഈശോയോടൊപ്പം സ്വർഗത്തിൽ ആണ് ഈ വിശുദ്ധരെല്ലാവരും വസിക്കുന്നത് അല്ലേ? കുഞ്ഞുങ്ങളെ, സിസ്റ്റർ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ അൽഫോൻസാമയുടെ കഥ പറഞ്ഞു തരാം. വിശുദ്ധ അൽഫോൻസാമ കുടമാളൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചത്. അൽഫോൻസാമയുടെ പപ്പയ്ക്കും അമ്മയ്ക്കും 4 മക്കളുണ്ടായിരുന്നു. ഈ 4 മക്കളിൽ ഏറ്റവും ഇളയ കുഞ്ഞായിരുന്നു അൽഫോൻസാമ. അൽഫോൻസാമയെ കുഞ്ഞിലെ വിളിച്ചിരുന്ന പേരെന്താണെന്ന് അറിയാമോ? അന്നക്കുട്ടി എന്ന്. എന്താ വിളിച്ചിരുന്നേ? അന്നക്കുട്ടി എന്ന്. കുഞ്ഞുങ്ങൾക്കറിയാമോ? അന്നക്കുട്ടി ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അന്നക്കുട്ടിയുടെ അമ്മ മരിച്ചുപോയി. പാവ അന്നക്കുട്ടിയല്ലേ? വളരെ കുഞ്ഞിലെ തന്നെ അന്നക്കുട്ടിക്ക് അമ്മയെ നഷ്ടമായി. അന്നക്കുട്ടിയെ പിന്നെ വളർത്തിയത് അന്നക്കുട്ടിയുടെ പേരമ്മയാണ്. അന്നക്കുട്ടിയുടെ പേരമ്മയ്ക്ക് വികൃതികളായ ആൺമക്കളുണ്ടായിരുന്നു. പേരമ്മ ചെയ്യരുതെന്ന് പറയുന്ന കാര്യമൊക്കെ ആങ്ങളമാർ ചെയ്യും. പക്ഷേ അന്നക്കുട്ടി അങ്ങനെ ആയിരുന്നില്ല. അന്നക്കുട്ടി എപ്പോഴും പേരമ്മയെ അനുസരിക്കുമായിരുന്നു. നല്ല കുഞ്ഞായിട്ടാണ് അന്നക്കുട്ടി വളർന്നു വന്നത്. നമുക്കിപ്പം അന്നക്കുട്ടിയെയും ആങ്ങളമാരെയും ഒന്ന് കാണാം. അവരുടെ ഒരു കൊച്ചു സംഭവം നമുക്കൊന്ന് കാണാം. അന്നക്കുട്ടി നോക്കൂ. എന്താ ചേട്ടന്മാരെ? ഇതെന്താണെന്ന് നോക്കൂ. ഹായ്, നല്ല പഴുത്ത മാമ്പഴം. എവിടെ നിന്ന് കിട്ടി ഇത്? അതൊരു രഹസ്യമാണ്. ഇതെനിക്കറിയാം. ആ കിണറിന്റെ അടുത്ത് നിൽക്കുന്ന മാവിൽ നിന്നല്ലേ? നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ നിങ്ങൾ മറന്നു, ആ മാവിൽ നിന്ന് മാമ്പഴങ്ങൾ പറിക്കരുതെന്ന് ചെറിയമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇത് ചെയ്തത്? അമ്മ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. നിനക്ക് വേണോ? വേണ്ട ചേട്ടാ, എനിക്ക് വിശക്കുന്നില്ല. ഇതാ, കുറച്ച് കഴിക്കൂ, നല്ല മധുരമുണ്ട്. അന്നക്കുട്ടി. അയ്യോ പേരമ്മ, വേഗം ഒളിപ്പിക്കൂ, വേഗം. അന്നക്കുട്ടി. വരുന്നു പേരമ്മേ.
അന്നക്കുട്ടി, നീ അമ്മയോട് പറയരുത് കേട്ടോ. ഇല്ല, പറയില്ല. ഹായ് അമ്മേ. എന്താണ്? എന്തു പറ്റി? എല്ലാരും എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ല അമ്മേ. ശരിയാണ്, ഞങ്ങളിന്ന് എവിടെയും പോയിട്ടില്ല. എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ല അമ്മേ, ഞങ്ങൾ പോകല്ലേ. ഇതെന്താണ്? എന്ത്? ഇത് ഞാൻ പറിക്കരുതെന്ന് പറഞ്ഞിരുന്ന മാമ്പഴമല്ലേ? ഷോ ഷോ. ആരാണ് ഈ മാങ്ങ പറിച്ചത്? പറയൂ. എന്താണൊന്നും മിണ്ടാത്തത്? ആരാണിത് ചെയ്തത്? അന്നക്കുട്ടി, നീയാണോ ചെയ്തത്? അത് ഒന്നും പറയരുത്. അന്നക്കുട്ടി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പൊ നീയാണല്ലേ ഇത് ചെയ്തത്? അന്നക്കുട്ടി, നീ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. അന്നക്കുട്ടി, പറയൂ. പറയാൻ. അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കണം. എന്തിന്? അന്നക്കുട്ടി അല്ല ഇത് ചെയ്തത്. പിന്നെ ആര്? ഞങ്ങളാണ് മാമ്പഴം പറിച്ചത്. അന്നക്കുട്ടിക്ക് ഒന്നും അറിയില്ല. ഞങ്ങളെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് അന്നക്കുട്ടി ഒന്നും മിണ്ടാത്തത്. ഓ, അന്നക്കുട്ടി, എന്നോട് ക്ഷമിക്ക്. പോട്ടെ മോളെ, സാരമില്ല. മനസ്സിലായി പേരമ്മേ. ഈശോയുടെ കുഞ്ഞുങ്ങളെ, വീഡിയോയിൽ നമ്മൾ കണ്ടു അല്ലേ അന്നക്കുട്ടി എങ്ങനെയാണ് പേരമ്മയെ അനുസരിച്ചതെന്ന്. പേരമ്മ പറിക്കരുതെന്ന് പറഞ്ഞ പഴം ആങ്ങളമാർ പറിച്ചു. പക്ഷെ അന്നക്കുട്ടി അവരുടെ കൂടെ കൂടിയോ? ഇല്ല. പേരമ്മ ചോദിച്ചപ്പം ആങ്ങളമാരെല്ലാവരും നുണ പറഞ്ഞു. പക്ഷെ അന്നക്കുട്ടി നുണ പറഞ്ഞോ? ഇല്ല. അന്നക്കുട്ടി സത്യം പറയുന്നത് കണ്ടപ്പം ആങ്ങളമാരും സത്യം പറഞ്ഞു. അപ്പം നമുക്കും അന്നക്കുട്ടിയെ പോലെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരണം. അതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? മാതാപിതാക്കളെ അനുസരിക്കണം, സത്യം പറയണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് നല്ല വിശുദ്ധരായ കുഞ്ഞുങ്ങൾ. നമുക്കും വിശുദ്ധരായി സ്വർഗത്തിൽ പോകണ്ടേ? ഈശോയുടെ അടുത്ത് പോകണം. അപ്പോൾ ഈശോയുടെ അടുത്ത് പോകണമെങ്കിൽ നല്ല കുഞ്ഞുങ്ങളായി വളരണം, വിശുദ്ധിയെ ജീവിക്കണം, ധാരാളം നന്മ ചെയ്യണം, പപ്പി അമ്മയെ അനുസരിക്കണം, പിന്നെയോ സത്യം പറയണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് വിശുദ്ധരായ കുഞ്ഞുങ്ങൾ. ഇനി സിസ്റ്റർ പറയട്ടെ, വിശുദ്ധരാകാൻ ആഗ്രഹമുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഒരുമിച്ച് ചേർന്ന് ഈശോയ്ക്ക് ഒരു സ്റ്റാർ ക്ലാപ്പ് കൊടുത്താലോ? വിശുദ്ധരാകാൻ ആഗ്രഹമുള്ള എല്ലാവരും ഈശോയ്ക്ക് സ്റ്റാർ ക്ലാപ്പ് കൊടുക്കണം. റെഡിയാണോ? ഈശോ ഈശോ ഈശോ. എല്ലാവർക്കും വിശുദ്ധരാകാൻ ഇഷ്ടമാണ്. സിസ്റ്ററിന് കാണാം എല്ലാവരും നല്ല സന്തോഷത്തോടെ ചിരിച്ച് ഈശോയ്ക്ക് സ്റ്റാർ ക്ലാപ്പ് കൊടുത്തു അല്ലേ? കുഞ്ഞുങ്ങളെ, ഇനി എല്ലാവരും ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ഈ ചിത്രത്തിൽ കാണുന്ന വിശുദ്ധയുടെ ചിത്രം നമ്മുടെ പാഠപുസ്തകത്തിലെ 55-ാമത്തെ പേജിലുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും അമ്മയോട് ചോദിച്ച് ഈ വിശുദ്ധിയുടെ പേര് പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പം സിസ്റ്റർ ചോദിക്കും ആ വിശുദ്ധിയുടെ പേരെന്താണ് എന്ന്. അപ്പോൾ കുഞ്ഞുങ്ങൾ സിസ്റ്ററിന് പറഞ്ഞു തരണം ഈ വിശുദ്ധിയുടെ പേരെന്താണെന്ന്. എല്ലാവരും ചോദിക്കണം. സിസ്റ്റർ എല്ലാവരോടും ചോദ്യം ചോദിക്കും. ആ സിസ്റ്ററിന് കാണാം ഏബലൂട്ടൻ തലയാട്ടുന്നുണ്ട്, എന്തായാലും ചോദിക്കുമെന്ന്. അപ്പോൾ മിടുക്കരായ കുഞ്ഞുങ്ങൾ ഈ വിശുദ്ധിയുടെ പേര് ചോദിച്ച് സിസ്റ്ററിന് പറഞ്ഞു തരണം. കുഞ്ഞുങ്ങളെ, നമുക്ക് ഈശോയുടെ ഒരു രഹസ്യം പറഞ്ഞാലോ? ഈശോയുടെ എങ്ങനെയാണ് രഹസ്യം പറയുന്നേ? നമ്മൾ ഈശോയെ മാത്രമേ കേൾക്കുള്ളൂ രഹസ്യം പറയുന്നത്. ഈശോയുടെ രഹസ്യം പറയാൻ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? നമ്മൾ ഈശോയെ മാത്രമേ കേൾക്കാവുള്ളൂ കേട്ടോ രഹസ്യം പറയുന്നത്. അപ്പോൾ രഹസ്യം പറയുമ്പോൾ കൈ കൂപ്പി കണ്ണടച്ച് നിന്നാണ് നമ്മൾ ഈശോയുടെ രഹസ്യം പറയുന്നത്. റെഡിയാണോ? അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും കരങ്ങൾ കൂപ്പി കുഞ്ഞു കണ്ണുകൾ പൂട്ടി നിന്നേ. നമുക്ക് ഈശോയുടെ ഒരു കൊച്ചു രഹസ്യം പറയാം. എൻ്റെ ഈശോയെ, സ്വർഗത്തിലെത്തി എൻ്റെ ഈശോയെ കാണാൻ എനിക്ക് ഒരുപാട് കൊതിയാണ് ഈശോയെ. എൻ്റെ ഈശോയെ, എന്നെയും സ്വർഗത്തിൻ്റെ കുഞ്ഞാക്കണേ. ഈ ഭൂമിയിൽ വിശുദ്ധരായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങേക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് വിശുദ്ധരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും
സ്തുതിയായിരിക്കട്ടെ.